ഈശോ തന്നെ എന്നിൽ ജീവിക്കുക എന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നത് പുറത്താണോ അകത്താണോ? രൂപാന്തരീകരണം സംഭവിക്കുന്നത് എവിടെയാണ്? അകത്താണ്. അകത്ത് രൂപാന്തരീകരണം സംഭവിച്ച് എന്ത് മാറ്റം വരും? ഞാനല്ല, എന്നിൽ ഈശോ ജീവിക്കുന്നു എന്ന് പറയുന്ന മാറ്റം വരും. അപ്പോൾ നമ്മളല്ല പ്രവർത്തിക്കുന്നത്. ആരാണ് പ്രവർത്തിക്കുന്നത്? ഈശോ പ്രവർത്തിക്കുന്ന, ഈശോ ജീവിക്കുന്ന ജീവിതത്തെ വിളിക്കുന്ന പേരാണ് ക്രിസ്തീയ ജീവിതം എന്നത്. അച്ഛൻ ആവർത്തിക്കാം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈശോ ജീവിക്കുന്ന ജീവിതത്തെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. നമ്മുടെ ഉള്ളിൽ ഈശോ ജീവിക്കുമ്പോഴാണ്, നമ്മൾ ഈശോയുടെ ജീവിതം ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നത്. അതുവരെ നമ്മൾ ആരാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് മാത്രമാണ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിയാവില്ല. എന്തോരം പേരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരില്ലേ? അവരെല്ലാവരും ക്രിസ്ത്യാനികളാണോ? അല്ല. നമ്മൾ ക്രിസ്ത്യാനികളാണോ? അല്ല. സത്യം. എപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്? നമ്മളിൽ ഈശോ ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. ഒരാൾ മാമോദീസ സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, പക്ഷെ അയാളിൽ ഈശോ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അയാൾ ആരാണ്? ക്രിസ്ത്യാനിയാണ്. അയാളിൽ നിന്ന് പുറത്തു വരുന്നത് ഈശോയുടെ വാക്കുകളാണ്. അയാളിൽ നിന്ന് പുറത്തു വരുന്നത് ഈശോയുടെ പ്രവർത്തികളാണ്. അയാൾ ആരാണ്? ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരാൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അയാൾ വായ തുറന്ന ഈശോയ്ക്ക് മനസ്സിലാവാത്ത ഭാഷയാണ് പറയുന്നത്. അയാളുടെ പ്രവൃത്തികളൊന്നും കർത്താവിന് മനസ്സിലാവുന്നില്ല. ഒരു ബന്ധവുമില്ല. നമ്മൾ പറഞ്ഞു പുല ബന്ധമില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് അറിഞ്ഞൂടാ. എന്തൊരു ബന്ധമില്ല എന്നാണ് അതിന്റെ അർത്ഥം. യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ ഒരു പുതിയ പാട്ടുണ്ട്, നമുക്ക് ഇന്നും അടുത്ത ആഴ്ച പാടാം. നീ എന്നിൽ ജീവിക്കണമേ എന്നീശോയേ, നീ എന്നിൽ ജീവിക്കണമേ. പഠിയേ. ആരാ ജീവിക്കേണ്ടത്? നീ